ദൈവതിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ യഹൂദ്യ രാജാക്കന്മാരുടെ കുറേ പേരുടെ പേരുകളും അവരുടെ ഭരണവും നമ്മൾ കാണുന്നു. ശലോമോന് ശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ എന്നും യഹൂദി എന്നും ഇസ്രായേലിലെ 10 ഗോത്രങ്ങളും മറ്റേടത്തെ 2 ഗോത്രങ്ങളുമായി. അവിടെ എല്ലാം രാജാക്കന്മാരുണ്ടാവുകയും അവർ തമ്മിൽ വലിയ കലഹങ്ങളും യുദ്ധങ്ങളുണ്ടാവുകയും അതോടൊപ്പം ശത്രു രാജ്യങ്ങൾ അവരെ ആക്രമിക്കുമ്പോൾ അവരെയും അവർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. വിജാതീയ രാജാക്കന്മാരിൽ നിന്നൊക്കെയും അവർക്ക് പീഡകൾ വരുന്നുണ്ട്. മോശയുടെ നേതൃത്വത്തിൽ ഒറ്റ ജനമായി ഇസ്രായേൽ ജനം നടന്ന സാഹചര്യങ്ങളിലും കനാനിൽ ആദ്യം വന്ന് താമസിച്ച നാളുകളിലും അവരെല്ലാം തമ്മിൽ വലിയ ഐക്യമായിരുന്നു. ആ ഐക്യവും സ്നേഹവും അവരിൽ നിലനിന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഇടയിൽ തർക്കമോ കലഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിഭാഗീയ ചിന്ത എപ്പോൾ അവരിലേക്ക് വന്നുവോ അപ്പോഴാണ് അവിടെ പൈശാചികമായ പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അവർ വിധേയരായിട്ട് വരികയാണ്. വിഭാഗീയ ചിന്തയാണ് ഏറ്റവും വലിയ പൈശാചികമായ പ്രലോഭനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുണ്ടായപ്പോഴാണ് അവരുടെ രാജാക്കന്മാരുടെ മ്ലേച്ഛമായ ഭരണരീതികളും അധികാരങ്ങളും സമ്പത്തുകളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതായ വലിയ പ്രവണതകളാണ്. ഇന്ന് ഇത് സഭയിലും സമൂഹത്തിലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദിമസഭ ഒരുപാട് പീഡകളിലൂടെ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അന്ന് ധാരാളം രക്തസാക്ഷികൾ സഭയിലുണ്ടായി. അന്ന് വലിയ ഐക്യവും സ്നേഹവും ഒക്കെ സഭാംഗങ്ങളിലുണ്ടായിരുന്നു. അവർ ഒറ്റ ശരീരമായി ഒറ്റ മനസ്സുള്ളവരായി അവർ ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ സഭയ്ക്ക് അധികാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പീഡകളും പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കപ്പെട്ടപ്പോൾ പിന്നെ സഭാ ശുശ്രൂഷ തന്നെ അധികാരത്തിൻ്റേതായൊരു പ്രതിച്ഛായയിലേക്ക് മാറുകയാണ്. ആ അധികാരത്തിൻ്റെ പ്രതിച്ഛായ വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് തങ്ങളിൽ വലിയവനെന്നുള്ളതായ തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളും വലിയ വലിയ വിഭാഗീയ ചിന്തകളൊക്കെ സഭയിലും സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു ശക്തിയും അങ്ങനെയുള്ളത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. എവിടെയാണോ ഐക്യമുള്ളത്, എവിടെയാണോ സ്നേഹമുള്ളത്, അവിടെ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ചൈതന്യവും നമുക്ക് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു. ആ ശിഷ്യന്മാരുടെ ഇടയിലും ആരാണ് വലിയവനെന്നുള്ള തർക്കമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വചനമുണ്ട്: നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകാരനാവട്ടെ. ശുശ്രൂഷ മനോഭാവം ആർക്കാണോ കൂടുതലുള്ളത് അവനാണ് യഥാർത്ഥ നേതാവ്, അവനാണ് ഏറ്റവും വലിയവൻ. എന്നിട്ട് അതിൻ്റെ മാതൃകയായി കർത്താവ് തന്നെ ശിഷ്യന്മാരുടെ പാദം കഴുകി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ശുശ്രൂഷ മനോഭാവമുള്ളവരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരെന്നും അതാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതെന്നും കർത്താവ് ഓർമ്മപ്പെടുത്തി. എന്നാൽ അതേ കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് വിഭാഗീയ ചിന്തകൾ ശക്തമാകുന്നതും കോടതികൾ വ്യവഹാരങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് സഭകളിലും അല്ലെങ്കിൽ സമൂഹങ്ങളിലൊക്കെ നിലനിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പരസ്പരം ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിലെ 2 ഗോത്രങ്ങൾ തമ്മിലൊക്കെ വഴക്കുണ്ടായതുപോലെ തന്നെ അല്ലെങ്കിൽ പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ 2 രാജ്യങ്ങൾ തമ്മിൽ കലഹമുണ്ടായതുപോലെ ഒരേ ജനതയാണ്. അതുതന്നെയാണെന്ന് നമുക്കും കാണാൻ സാധിക്കും. സഭയിലും സമുദായത്തിലും സമൂഹത്തിലൊക്കെയും ഇതിൻ്റെ വലിയ ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിയ പ്രകടനം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുകൊണ്ട് ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ വലിയവൻ ആകുവാൻ ഇച്ഛിക്കരുത്, ഒരുവൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക.
ഒരുവൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. ഞാൻ ഒരാളെ ശ്രേഷ്ഠനായി കണ്ടാൽ ആളെ എനിക്ക് ഭരിക്കാനാവില്ലല്ലോ, ശുശ്രൂഷിക്കാനല്ലേ ആവുകയുള്ളൂ. എന്നേക്കാൾ കുറഞ്ഞവരെന്ന് തോന്നുമ്പോഴാണ് ഭരണത്തിൻ്റേതായ മനോഭാവവും ഭരണത്തിൻ്റേതായ വാക്കുകളും ഭരണത്തിൻ്റേതായ രീതികളും എന്നിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ എല്ലാവരും എന്നേക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ളൊരു ചിന്തയും ബോധ്യവും എനിക്കുണ്ടെങ്കിൽ എനിക്ക് അവരെ ശുശ്രൂഷിക്കാനും ക്ഷമയോടെ കേൾക്കാനും അവരെ പരിചരിക്കാനും സ്നേഹിക്കാനും മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അത് നമ്മിലുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആരാണ് വലിയവരെന്ന തർക്കം, അങ്ങനെ കർത്താവിൻ്റെ കാലത്ത് തർക്കിച്ച ശിഷ്യന്മാർ കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അവിടെയാണ് പരിശുദ്ധാത്മാവ് പോലും സ്ഥിരവാസത്തിനിറങ്ങി ആവശ്യിച്ചത്. ഒരുമനപ്പെട്ടു. ആരാണ് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഒരു തർക്കവുമില്ല. പത്രോസും പൗലോസും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദിമസഭയിൽ. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിലൊക്കെ എൻ്റെ പരിണതഫലം നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ അവിടെ പൗലോസ് പറഞ്ഞത് പത്രോസ് കേട്ടു. പത്രോസിനെ ചോദിക്കാമായിരുന്നു, പൗലോസ്, നീ എന്ന പൗലോസായത്? നീ ശൗലായി ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിച്ച് നീ നടന്നവനല്ലേ? കർത്താവ് എന്നിലാണ് അധികാരം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ സഭയുടെ താക്കോൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതിയെന്ന് വേണമെങ്കിൽ പത്രോസിന് പൗലോസിനോട് പറയാമായിരുന്നു. പത്രോസ് പറഞ്ഞില്ല. കാരണം അവരെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ആര് പറഞ്ഞു എന്നല്ല അവർ നോക്കിയത്, എന്താണ് പറഞ്ഞത്, എന്താണ് പ്രശ്നമെന്ന് നോക്കി. അത് നമ്മുടെ അവൻ പറഞ്ഞതുകൊണ്ടോ ഇവൻ പറഞ്ഞതുകൊണ്ടോ ഞാനത് കേൾക്കുകയില്ല എന്ന മനോഭാവം അവർക്കില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയിലും ആ ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുണ്ടാകണം. എന്നാൽ സഭ പീഡ അനുഭവിച്ച കാലത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സഭ അത് സ്വതന്ത്രമായപ്പോൾ, സമ്പത്ത് വർദ്ധിച്ചപ്പോൾ പിന്നെ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളായി. അതാണ് ഇന്ന് സഭയിലും സമൂഹത്തിലും നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവമേ ആ ശുശ്രൂഷ മനോഭാവത്തിലേക്ക് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, ഭവനത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ആ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 15-ാം അധ്യായത്തിൽ ഭരണം നടത്തുന്ന രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ ഹീനമായ പ്രവൃത്തികളെക്കുറിച്ചും അവരൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ സംഭവിക്കാതെ ആ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.